കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റിനെ പറ്റി എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ. ഞാൻ ഇതിനു മുമ്പ് റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നിറയെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ, എന്താണെന്ന് അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഒരു വീഡിയോ ചെയ്യാമെന്ന്. എന്താണ് ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ നാട്ടിൽ നീറ്റിൻ്റെ ചോദ്യപേപ്പർ ലീക്ക് ആയതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏകദേശം ഒരു 14 കണക്ക് പ്രകാരമുള്ളതാണ് 14 കുട്ടികളുടെ അടുത്ത് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നത്. ഇവർ ആവശ്യപ്പെടുന്ന മെയിനായിട്ടുള്ള 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു 14 കുട്ടികളുടെ മരണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം രാജിവെക്കണം എന്നാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, ഈ നീറ്റ് എക്സാം അതുപോലുള്ള എൻട്രൻസ് എക്സാമുകൾ സുതാര്യമാക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ആവശ്യം. മൂന്നാമത്തെ ആവശ്യം, ഈ ബാധിക്കപ്പെട്ടവരുടെ കുടുംബത്തിന് 1 കോടി രൂപ വീതം അനുവദിച്ചു കൊടുക്കണം. നാലാമത്തെ ആവശ്യം, ഇതിന് നേതൃത്വം കൊടുത്ത സോനം വാങ്ചുക് എന്ന് പറഞ്ഞ ആള്, അദ്ദേഹം നിരാഹാര സമരത്തിലാണ്. ഇപ്പോൾ 25ാമത്തെ ദിവസമാണ്. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ 21ാമത്തെ ദിവസം മുതൽ അദ്ദേഹത്തിനെ കമ്പൽ ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹോസ്പിറ്റലിലെ തടങ്കലിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. സോ അവിടുന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കണം എന്നാണ് അവരുടെ ഈ 4ാമത്തെ ആവശ്യം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ BJP നേതാവായിട്ടുള്ള JP നഡ്ഡയായിട്ട് മീറ്റ് ചെയ്തു. അത് ഒരു സമവായ ചർച്ചയിൽ എത്താത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രൊട്ടസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ കൺസേൺ എന്തായിരുന്നു എന്ന് വെച്ചാൽ, പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നതിന് മുമ്പേ ഇതൊരു പാർലമെൻറ്റിൽ അവതരിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷേ അവതരിപ്പിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. ഞാൻ ഇന്നലെ ന്യൂസ് ചാനൽ നോക്കുമ്പോൾ 10,000 കണക്കിന് കുട്ടികളാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതിലുള്ള എല്ലാവരും ഓരോ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് വന്ന കുട്ടികളായിരിക്കുന്നു? തീർച്ചയായിട്ടും അല്ല. അതിൽ വന്നിരിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ബാധിക്കപ്പെട്ടവരായിരിക്കാം. ഈ ഒരു നീറ്റ് എക്സാമിനെ വിശ്വസിച്ച് അതിന് വേണ്ടിയിട്ട് ഒരു നീറ്റ് എക്സാം എഴുതണമെങ്കിൽ ഇപ്പോൾ ഉള്ള കാലം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്, ഞാൻ 1ാം ക്ലാസ് മുതൽ ഡിഗ്രി പഠിക്കുന്നവരെ എനിക്ക് ജീവിതത്തിൽ യാതൊരു അംബീഷനോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 4ാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ മോൾക്ക് ഞാൻ കമ്പൽ ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ ഞാൻ പുഷ് ചെയ്തിട്ടല്ല, അവൾക്ക് അവളുടേതായ സ്വന്തമായിട്ടുള്ള അംബീഷൻസ് ഉണ്ട്, ആസ്പിറേഷൻ ഉണ്ട്. അവൾക്ക് എവിടെ എത്തണം എന്നുള്ള ആ ഒരു ചിന്ത ഇപ്പോഴേ ഈ പ്രായത്തിൽ അവൾക്കുണ്ട്. ചോദിച്ചാൽ പറയും എനിക്ക് ഫോറൻസിക് സർജൻ ആവണം, ഇന്നൊരാൾ പറയും എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആവണം. അപ്പോൾ ഇതുപോലൊക്കെ ഇപ്പോഴേ അവരുടെ ഉള്ളിൽ ആ ഒരു ചിന്ത വളർത്തിയിട്ട് അവർ നാളെ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാതിരിക്കുമ്പോൾ അവരുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഭയങ്കരമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നലെ ന്യൂസിൽ നോക്കുമ്പോൾ കുട്ടികൾ വുമൻസ് എന്നൊന്നും ഇല്ലാതെ അടിക്കുകയാണ്, ഭയങ്കരമായിട്ട് അടിക്കുന്നത്, അവരെ ജലപീരങ്കി വെച്ച് ഓടിക്കുന്നത് കണ്ടിട്ട് ഭയങ്കര കഷ്ടമായി. ഞാൻ പറയുന്നത്, ഇത് ഒരു ജസ്റ്റ് ഇത്രയും ഒരു ഇഷ്യൂ വലുതാക്കുന്നതിന് മുമ്പേ ഒരു സമവായ ചർച്ച നടത്തിയെങ്കിൽ ഇപ്പോൾ ഒരു ഇഷ്യൂ ഇത്രയും വലുതാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തിലെ പോപ്പുലേറ്റഡ് ഡെമോക്രാറ്റിയിലെ ഏറ്റവും വലിയ കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിൽ നമുക്കൊരു നിരാഹാര സത്യാഗ്രഹം കിടക്കാൻ പോലുള്ള അവകാശം നമുക്കില്ലാതായോ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എല്ലാവർക്കും അവനവൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. എനിക്ക് എൻ്റെ 2 മക്കളെ, ഈ ആസ്പിറൻ്റ് ആയിട്ടുള്ള 2 മക്കളെ, എൻ്റെ മക്കളെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ എത്ര മക്കളാ? 14 മക്കൾ എന്നുള്ളത് കണക്കാണ്. കണക്കിലില്ലാത്ത എത്ര പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും? പിന്നെ എത്ര പേര് ഡിപ്രഷനിൽ പോയിട്ടുണ്ടാവും? അപ്പോൾ ഇതുപോലുള്ള എക്സാമുകൾ തീർച്ചയായിട്ടും സുതാര്യമാക്കിയാലേ നമ്മുടെ ഫ്യൂച്ചറിൽ ഇനി നമ്മുടെ കുട്ടികൾക്ക് ഒരു ഹോപ്പ് ഉണ്ടാവുള്ളൂ, മുമ്പോട്ട് പഠിക്കാനും എക്സാമുകൾ എഴുതി പാസ്സാവാനും. അതിനുള്ള ഒരു ഹോപ്പ് അവർക്ക് കിട്ടണ്ടേ? ഇതാണിപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ. ഇനി ഇതിനെ ആരും വളച്ചൊടിച്ച് ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുകയാണോ, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുകയാണോ, അതൊന്നുമല്ല. ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം ഇവിടെ പറയുകയാണ്. ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതിനു വേണ്ടി യൂസ് ചെയ്യാണ്. താങ്ക് യു.